ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സാൻഡ്വിച്ച് ആട്ടോ. ഒരു ക്ലബ് സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ 1.5 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 സ്പൂണും അതേപോലെ തന്നെ 1/2 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ വളരെ ഒരു 1/4 ടീസ്പൂൺ അതേപോലെ ചെറിയ ജീരകം പൊടിച്ചതും പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലോണം കുഴച്ച് ഒരു 10 മിനിറ്റ് ഇതൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇത് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കായം പുരട്ടി വെച്ച ചിക്കൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം 5 മിനിറ്റ് ഒരു ചെറിയ തീയിലൊന്ന് വേവിക്കണം. വെന്തതിന് ശേഷം തീ ഒന്ന് സ്പീഡ് കൂട്ടുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സോസ് എല്ലായിടത്തേക്കും ആണ രീതിയിൽ 2 മിനിറ്റ് നല്ല തീയിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് ആയിന്ന് കണക്കാക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓംലേറ്റ് ആണ്. ഓംലേറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2 കോഴിമുട്ട അതേപോലെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓംലേറ്റും കൂടെ ഇളക്കണ മാതിരി തന്നെ സ്പൂൺ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്യുക. എന്നിട്ട് ആ പാനിനെ അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓല ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഇതേപോലെ കോഴിമുട്ട ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകില്ലേ, ഉണക്കമുളക് നല്ലോണം ഒന്ന് പൊടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ എല്ലായിടത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം നെരിയാൻ നിൽക്കൊന്നും വേണ്ട, ഒന്ന് വലിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കാവുമ്പോൾ നമുക്കിതൊന്ന് വാങ്ങാം. ഇനി നമുക്ക് വേണ്ടതൊരു സാലഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിക്കണത്, അതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കണ്ട. ഒരു സവോളയാണ് എടുത്തിക്കണത്. അത് ഒന്ന് ഞാൻ വേവിച്ചിക്കണേ. അത് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്തിട്ടല്ല വേവിച്ചത്. ഒരു ചട്ടി ചൂടാവാനും വേണ്ടി വെക്കുക. അതിന് ചെറിയ ചൂടാകുമ്പോൾ ചെറിയ തീയിൽ നമുക്ക് കുറച്ച് സവോള ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് വേണം. അപ്പോൾ ആ തക്കാളി അരിഞ്ഞ പാത്രത്തിലടിയിൽ ഇതേപോലെ തക്കാളിൻ്റെ നീരുണ്ടെങ്കിൽ അത് ചേർക്കാതെ ആ കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം എനിക്ക് വളരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് മല്ലിച്ചപ്പാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ പച്ചമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഈ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ അസ്വസ്ഥത തോന്നാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പല രീതിയിൽ ഇതിൽ വരുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ മയോനീസ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി അത് എല്ലായിടത്തേക്കും മയോനീസ് ആവണ രീതി നല്ലോണം ഇളക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മളെ സാൻഡ്വിച്ച് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആക്കണേ. ഒരു കഷ്ണം ബ്രെഡ് എടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാലഡ് ഇതേപോലെ തന്നെ അതിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് സാലഡ് വേണ്ടത് അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. ഞാൻ 2-3 സ്പൂൺ സാലഡ് ഇതേപോലെ ഫില്ല് ചെയ്തിരുന്നു. കാരണം അത് കുറച്ച് നമ്മൾ ബ്രെഡാണ് നമ്മൾ സാധാരണ വീട്ടിൽ കൊണ്ടുവരുന്ന ബ്രെഡിനെക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ സാലഡ് വേണം. ഇനി അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ടൊമാറ്റോ സോസ് കുറച്ച് കുറവായിക്കണേ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓംലേറ്റ് ഇതേപോലെ അതിൻ്റെ മുകൾക്ക് മുറിച്ചതിന് ശേഷം എല്ലായിടത്തും കൊണ്ട് ആവരുന്ന രീതിയിൽ മുറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ചീസ് വെച്ച് കൊടുക്കണം. അപ്പം സ്ലൈസ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിക്കണത്. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ചിക്കൻ എത്രയാണ് ഫില്ല് ചെയ്യുന്നത് അത്രയും ടേസ്റ്റിനേക്കും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. ചീസ് പറയുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഈ സാൻഡ്വിച്ചൊക്കെ കഴിക്കുമ്പോൾ ചീസ് ഇങ്ങനെ ഒരുക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നല്ലോണം റോസ്റ്റാണ്, നല്ല കരിയൊന്നും വേണ്ട, നല്ലോണം കളറാവണം. എന്നിട്ട് ഒരു മറുഭാഗം എല്ലാം ഒന്ന് കൈ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അടി കൂടെ ചട്ടകം എല്ലാം വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം ഇതേപോലെ തന്നെ നല്ലൊരു കളറാക്കി എടുക്കുക. ഇപ്പോൾ 2 ഭാഗം നയിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വാങ്ങാം. ഇപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് വലിയ ബ്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ.